അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചെന്ന ഒരു തിരുവചന ഭാഗം, അത് യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം നമ്മൾ കേട്ട് പരിചയമുള്ളതായ ഒരു വചനഭാഗമാണ്. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 13 മുതൽ 18 വരെ തിരുവചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇനി ഈ വായിച്ചു പോയ വചനഭാഗത്ത് ഞാൻ നിങ്ങളുടെ ചിന്തകളെ വീണ്ടും ആ ഭാഗത്തേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങളാണ്. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്നവരിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കാത്തവരോ ദുരിതമില്ലാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. എൻ്റെ കാഴ്ചയിൽ ആരെയും കാണുന്നില്ല, പുറത്തുകൊണ്ടൊന്നും എനിക്കറിയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ചോദ്യം, നമ്മളിൽ ദുരിതം അനുഭവിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിച്ചവരോ ദുരിതമുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഗണത്തിൽപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. കൈതാത്തിക്കൊള്ളുക. അപ്പോൾ എന്താ ഇതിന് മറുപടിയായിട്ട്, പ്രതിപതിയായിട്ട് ദൈവത്തിന് വചനം പറയുന്നത്? നിങ്ങളിടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഇനി മനുഷ്യൻ്റെ ജീവിതം എന്നും ദുരിതം മാത്രമല്ലല്ലോ. ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട്, ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട്. അടുത്ത വചനം വായിച്ചേട്ടാ. ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. അപ്പം നമുക്ക് വല്ലപ്പോഴൊക്കെ ചില ആഹ്ലാദവും സന്തോഷമൊക്കെ ഉള്ളവരല്ലേ, സ്തുതിഗീതം ആലപിക്കട്ടെ. ഒന്ന് കൈയടിച്ചു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഇനിയും കേൾക്കാം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അപ്പോൾ നിങ്ങളിൽ രോഗികളായിട്ടുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നത്. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതാണ് ഈ ദിവസങ്ങളിൽ, ഈ കൺവെൻഷൻ ദിവസം ഇവിടെ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തർ, അവിടുത്തെ ശുശ്രൂഷകർ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അവസാന ദിവസം നമുക്ക് തൈലാഭിഷേകവും ഉണ്ടല്ലേ? അവസാന ദിവസം തൈലാഭിഷേകമുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൈലാഭിഷേകം ചെയ്യുന്നു. ഇനിയും കേൾക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ദൈവം എന്നെ സുഖപ്പെടുത്തും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. വചനം പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഇനിയും കേൾക്കട്ടെ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ കർത്താവ് അവന് മാപ്പ് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പാപികളാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്, അകൃത്യങ്ങൾ ചെയ്തു പോയവരാണ്. അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. ദൈവത്തിന് പ്രിയമുള്ള സങ്കീർത്തകൻ ദൈവവചനം കുറിക്കുമ്പോൾ 53-ാമത്തെ കീർത്തനം 1-2 തിരുവചനങ്ങൾ വായിച്ചു കേൾക്കാം. ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, മ്ലേച്ഛതയിൽ മുഴുകി അവൻ ദുഷിച്ചിരിക്കുന്നു, നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ട് എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി. അപ്പോൾ എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അങ്ങനെയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, എല്ലാവരും ഒന്നുപോലെ ദുഷിച്ചു പോയി, ഒന്നുപോലെ വഴിതെറ്റിപ്പോയി. ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ആത്മാവ് പറയുകയാണ്, അമ്മ പ്രസവിച്ച മക്കളൊക്കെയും പാപികളാണ്, ഞാനും നിങ്ങളും പാപികളാണ് എന്ന്. എങ്കിൽ ഈ വചനത്തെ അർത്ഥമുണ്ട്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഇന്നിവിടെ വന്നിരിക്കുന്നത്, ദൈവമേ ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും അറുതി വരുത്തണമേ, പൊറുക്കണമേ, പാപപ്രതി നൽകണമേ, ശാപമോക്ഷം നൽകണമേ, വിടുതൽ നൽകണമേ, കരുണാസമ്പന്നനായ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുവാനാണല്ലോ നാം എല്ലാവരും ഈ കരുണയുടെ ചാപ്പലിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തുടർന്ന് വായിക്കാൻ നമുക്ക് യാക്കോബ് ലേഖനത്തിന് 5-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 16 വായിച്ചു കേൾക്കാം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. എന്നിട്ട് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തവും ഫലദായകവുമാണ്. ഇനി ആരാണ് ഈ നീതിമാൻ? നീതിമാന്റെ പ്രാർത്ഥന ശക്തമാണ്, ഫലദായകമാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുക, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആരെങ്കിലും ബ്രദറിനെ കാണുമ്പോൾ, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനമന്ദിരത്തിൽ പോയി അവിടെ ആരെങ്കിലും കണ്ടിട്ട് ഈ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ഏൽപ്പിച്ചിട്ട് പോരുക. കാരണം നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയില്ല, വേറെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കട്ടെ എന്ന്. കാശ് വേണേൽ തരുകയും ചെയ്യാൻ, കൂലിക്ക് ആളെ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിനുമ്പിൽ സ്വീകാര്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ആരാണ് നീതിമാൻ? ആരാണ് നീതിമാൻ? ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി സഹിച്ചു നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും നീതിമാനും നീതിമതിയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അടുത്ത നാളിൽ 72 വയസ്സുള്ള ഒരമ്മച്ചി എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അമ്മ പറഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി, 5 മക്കളുണ്ടായിരുന്നു. ഇന്ന് ഈ അമ്മ ദുരിതത്തിലും കഷ്ടത്തിലുമാണ്.
ഈ മക്കളെ ഓരോരുത്തരെയും കഷ്ടപ്പെട്ട് വളർത്തി. മക്കൾ ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചുപോയി. കൂലിവേലി എടുത്തും അടുക്കളപ്പണി ചെയ്തും റോഡിൽ ടാറുരുക്കി ഒഴിക്കാനുള്ള പണി ചെയ്തും ഈ അമ്മ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി. മക്കൾ ഓരോരുത്തരും വളർന്ന് അവരവരുടെ വഴിയെ ചെങ്ങാല് കുഞ്ഞിനെ പറപ്പിച്ച് പോകുന്ന പോലെ അതുങ്ങൾ അവർ കണ്ടവരും കൊണ്ടുപോയി. അവൻ ഇഷ്ടപ്പെട്ടവളുടെ പുറകെ അവൻ പോയി. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നതിനെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും അവളൊരു ജോലി കിട്ടി വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സിംഗിന് പഠിക്കാൻ പോയ പെങ്കൊച്ച് അവിടെ അടുക്കളവിളി ചെയ്തിരുന്ന ചെറുക്കനെ പ്രേമിച്ച് കെട്ടി അന്യജാതിയിലും അന്യ സ്ഥലത്തും പെട്ടതായ അതിൻ്റെ പുറകെ പോയി. അവളിൽ നിന്ന് ഒരു കാശ് പോലും ഈ അമ്മയ്ക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അമ്മയുടെ താലിമാലയും കൊണ്ട് പണയം വെച്ചിട്ടായിരുന്നു ഈ പെണ്ണിനെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ടത്. അത് കഴിഞ്ഞിട്ട് ഈ മകൻ പ്രേമിച്ചൊരുത്തിന് പുറകെ പോയി അവളെ ഇട്ട് വെച്ചിട്ട് വേറൊരുത്ത് കൊടുത്തി പോയി. ആദ്യത്തെ കൊടിയിൽ കൊച്ചിനെ വീട്ടിൽ മിച്ചം വെച്ചിട്ടുണ്ട്. ഈ കൊച്ചിനെ വളർത്താൻ വേണ്ടി അമ്മ കഷ്ടപ്പെടുമ്പോൾ ആർക്ക് വേണ്ടിയാ ജീവിച്ചത്? എന്തിനു വേണ്ടിയാ ജീവിച്ചത്? ഈ അമ്മച്ചി 18 വയസ്സുള്ളതായ ഈ മകൻ്റെ മകളെയും കൊണ്ട് വന്നിരിക്കുന്നു. അച്ഛാ, ഇതിന് ഫീസ് കൊടുക്കാൻ കാശില്ല, എവിടെയെങ്കിലും ഒന്ന് ആക്കിത്തരണം എന്നും പറഞ്ഞു വരുമ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ അമ്മയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ ഓർമ്മകൾ മാത്രം. അവർ പറയാണ്, ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയാനില്ല. അങ്ങനെയാകുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ജീവിതം അവിടെ ഉണ്ടെങ്കിൽ ആ അമ്മ നീതിമതിയല്ല, നീതിയല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മച്ചി പ്രാർത്ഥിച്ച് ദൈവം കേൾക്കും. നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മ 98 മരിച്ചു, അപ്പൻ 88 മരിച്ചു. 56 ഹൈ റേഞ്ചിൽ ഇടുക്കിയിൽ പാറത്തോട് എന്ന പ്രദേശത്ത് കുടിയേറി പാർത്തതാണ്. എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് 6 മാസം പ്രായം, 56 ആയപ്പോഴും അമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത്, 56 ആയപ്പോൾ എന്നെയും കൊണ്ട് തൊടുപുഴ തുടങ്ങാട് പ്രദേശത്ത് നിന്ന് ഹൈ റേഞ്ചിൽ കുടിയേറി പാർത്തതാണ്. തോളത്ത് വെച്ച് കെട്ടി ഏണിക്കമ്പേ വലിഞ്ഞു കയറി ഏറുമാടത്തിലായിരുന്നു ആദ്യകാലത്ത് ജീവിതമൊക്കെ. ആന വന്ന് ഈ മരത്തിൽ ഇടിച്ച് കുത്തി കൊലവിളി വിളിക്കുമ്പോഴത്തേക്കും കിലുകില വിറച്ച് അമ്മ കൊച്ചുങ്ങളെയും പൊത്തിപ്പിടിച്ച് ഈ മരത്തിൻ്റെ മുകളിൽ ഏറുമാടത്ത് ഇരിക്കുമ്പോഴത്തേക്കും അപ്പൻ അതിൻ്റെ മുകളിൽ നിന്ന് ചൂട്ട് കത്തിച്ചെറിയും, പാട്ട് കൊട്ടും. അപ്പം അടുത്ത ഏറുമാടങ്ങളുള്ളവർ അവിടുന്ന് പാട്ട് കൊട്ടുവോ, ചൂട്ട് കത്തിച്ച് തീ കത്തിച്ച് പന്ത് കത്തിച്ചെറിയും. ഈ ആന കൊല വിളിച്ച് ഈ മരത്തിലൊരു കുത്തി മറിക്കാൻ പോകുമ്പോഴത്തേക്കും മരം ആടി ഒലയുമ്പോഴത്തേക്കും ഇതെങ്ങാനും ഒടിഞ്ഞു പോയാൽ കാക്കയുടെ കൊമ്പ് ഒടിച്ചുകൊണ്ട് കുഞ്ഞും കൂടുമായിട്ട് താഴെ പോരുന്ന പോലെ പോരുമല്ലോ. അമ്മയുടെ അന്നത്തെ പേടി ഓർമ്മയൊക്കെ ഇന്നും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ആന അടുത്ത് വരുമ്പോഴത്തെ ഒരു ചെറിയ ഞെട്ടൽ എനിക്കുണ്ട്. അന്ന് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ആന കുത്തുന്നത് കണ്ട് പേടിച്ചതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് മുതൽ അമ്മ പറഞ്ഞു കേട്ടെ, എൻ്റെ മാനെ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ അമ്മ 10 പെട്ടു. അപ്പോൾ ഈ 10 മക്കളെയും വളർത്താൻ വേണ്ടിയിട്ട് അമ്മ മരിച്ച സമയത്ത് ഞാൻ തൊട്ടടുത്തില്ലായിരുന്നു. ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു, അപ്പൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഒക്കെ അമ്മ മരിക്കാറായപ്പോഴത്തേക്കും രാത്രി വെളുപ്പിന് 2 മണിക്കാണ് വെളുത്ത പറവകളിങ്ങനെ മുറി നിറയെ പറന്നു വന്നെന്ന്. എല്ലാവരും പറഞ്ഞു മാലാഖമാർ വന്ന് അമ്മയെ കൊണ്ടുപോകുന്നതാണ്, ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകും വന്നതാണെന്ന്. ഞാനും അത് വിശ്വസിക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞൊന്ന് കാര്യം ഇതാണ്, എൻ്റെ ഉള്ളിൽ അന്നും ഇന്നും ബോധ്യമുണ്ട്, എന്നേക്കാൾ ദൈവമേ എത്രയോ വിശുദ്ധമായ ജീവിതമാണ് എൻ്റെ അമ്മ നയിച്ചിട്ടുള്ളത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, നീതിമാൻ്റെ പ്രാർത്ഥന ദൈവത്തിനുമ്പിൽ സ്വീകാര്യമാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾ പലരെ പറ്റിയും എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടും നിങ്ങളുടെ ജീവിതങ്ങളെ പുറകോട്ട് നോക്കുമ്പോഴും കാണുമ്പോഴും ഇതുപോലെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ
എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കഷ്ടപ്പാടുകളൊക്കെയും വേണമെങ്കിൽ ഈ പിള്ളേർക്ക് ഉണ്ടായ സമയത്ത് മൗത്ത് തുണി നനച്ചിട്ടാൽ തീർന്നു പോയാനായിരുന്നു. രണ്ട് നെല്ല് വാരി വായിലേക്കിട്ടായിരുന്നു തീർന്നു പോയാനായിരുന്നു ജീവിതങ്ങൾ. പക്ഷേ ഇവരെയൊക്കെ വളർത്തി വലുതാക്കണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യതയുള്ള ജീവിതമുള്ളവരാണ്, നീതിമാനാണ്, നീതിപതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവ തിരുമുമ്പിൽ സ്വീകാര്യതയുള്ളതായിരിക്കും, ദൈവ തിരുമുമ്പിൽ സ്വീകാര്യതയുള്ളതായിരിക്കും എന്നുറപ്പ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. നീതിമാന്റെ പ്രാർത്ഥന ദൈവ തിരുമുമ്പിൽ സ്വീകാര്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ആരും വചനം കേട്ടിട്ട് ചുമ്മാ അങ്ങ് തിരികെ പോകാൻ വേണ്ടി വന്നിട്ടുള്ളവരല്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യതയുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ആ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയിലൂടെ കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തിരികെ പോകുവാനുമാണ് എന്ന് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തുടർന്ന് വായിക്കാം. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം വായിച്ചു കേൾക്കാം. യാക്കോബ് 5:17. ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്തോ? ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. അതെയോ? മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണത പ്രാർത്ഥിച്ചു. ഫലമോ? 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബ് ലേഖനം 5:17 പറയുകയാണ്. ഒന്നാമതായി പറയുന്നു, ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നു, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. മഴ മേഘങ്ങളെ പിടിച്ചു നിർത്തുവാൻ ഈ മനുഷ്യന് കരുത്ത് എവിടെ നിന്ന് കിട്ടി? പിന്നീട് അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ഭൂമി ഫലം നൽകി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ശക്തനും കരുത്തനും പ്രബലനുമായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ വിശുദ്ധ ബൈബിൾ ആദ്യമായി അവതരിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ തിരുമൊഴിയിലൂടെയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1, 2, 3 തിരുവചനങ്ങൾ വായിച്ചു കേൾക്കാം. ഗിലെയാദിലെ തിഷ്പയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്, വരും കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് യോർദാന് കിഴക്കുള്ള കരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണത്തിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ ഈ ഏലിയായെ ആദ്യമായിട്ട് കാണുന്നത് രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, ഗിലെയാദിലെ തിഷ്പയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ ദൈവമായ കർത്താവാണ്, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. ആരാണ് ഈ മനുഷ്യൻ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏലിയ പ്രവാചകൻ അവതരിപ്പിക്കുമ്പോൾ ഇവൻ്റെ അപ്പനാണെന്ന് അമ്മ എവിടെ നിന്നാണെന്ന് ഗിലെയാദിലെ തിഷ്പയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ആരുവിനെ പ്രവാചക ദൗത്യം ഏൽപ്പിച്ചു, ആരുവിനെ വിളിച്ചു, ആരുവിനെ പഠിപ്പിച്ചു, ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഏലിയ ഇതുവരെ എന്തെടുക്കുകയായിരുന്നു? ഈ ഏലിയ ഈ 1 രാജാക്കന്മാർ 17-1 പ്രത്യക്ഷപ്പെടുന്നവരെ എവിടെയായിരുന്നു എന്നതിനെപ്പറ്റി ഒരേ ഒരു സൂചന നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ അല്പം മുമ്പ് വായിച്ചു കേട്ട ഭാഗം യാക്കോബ് ലേഖനത്തിന് 5:17 നമ്മൾ വായിച്ചായിരുന്നു. ഏലിയ പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഏലിയ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഏലിയ പ്രാർത്ഥിക്കുകയായിരുന്നത് കൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം പറയുന്നു, ഈ പ്രാർത്ഥന ദൈവത്തിന് അരുളപ്പാട് അവന് കിട്ടിയല്ലോ. അതുകൊണ്ടാണല്ലോ ഏലിയായുടെ ദൈവം പറയുന്നത്, നീ പോവുക, ജസ്രയേലിലേക്ക് പോവുക,
അവിടെ സമറിയായില് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് സിംഹാസനത്തിന് നേരെ വിരൽ ചൂണ്ടി നീ വിളിച്ചു പറയുക, ഇനിമേൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമാണ്, ഞാൻ പറഞ്ഞാലല്ലാതെ ആകാശത്ത് നിന്ന് മഞ്ഞോ മഴയോ വരികയില്ല. എന്താ ശക്തി! ആകാശ മേഘങ്ങളുടെ മേൽ അധികാരം, മഴത്തുള്ളികളുടെ മേൽ അധികാരം, മഞ്ഞ് തുള്ളികളുടെ മേൽ അധികാരം. ആര് കൊടുത്തു ഈ മനുഷ്യന് അധികാരം? ദൈവം കൊടുത്തു. എങ്കിൽ പ്രിയമുള്ളവരെ, ഇതെനിക്കും നിങ്ങൾക്കും ദൈവം തരികില്ലേ? ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷികൾ കണ്ടെത്തും, മുട്ടുമെന്ന് നിങ്ങൾക്ക് തുറക്കപ്പെടും. ദൈവത്തിന് വാഗ്ദാനമല്ലേ? ആസ്ക്, it shall be given to you. Seek, you will find. Knock, it shall be open to you. കൽക്കട്ടയിലല്ലേ ദേശീയ ഭാഷയെ പറയാം, മാംഗോ തുമേ മിലേഗ, ഖോജോ തും പായെങ്കെ, ഖടാവോ തുമരയിലെ ഖുൽ ജായേഗ. അപ്പോൾ ഇത് ചോദിച്ചു വാങ്ങുവാൻ ഇന്നിവിടെ വന്നു നിൽക്കുന്നത്, ഈ ശക്തി ചോദിക്കണം, ഈ അനുഗ്രഹം ചോദിക്കണം, ഈ അഭിഷേകം ചോദിക്കണം. ഞാൻ പറഞ്ഞു, വല്ലവരുടെയും പുറകെ കൈ നീട്ടി ഇറന്ന് നടക്കാനല്ല, ദൈവ തിരുമുമ്പിൽ കൃപാ സമൃദ്ധിക്ക് വേണ്ടി കാത്തു നിന്നിട്ട് ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങുവാനും വേണ്ടി വന്നിരിക്കുന്നവരാണ്. വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനമാണ് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. 24ാമത് പരിത്രാണ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കൺവെൻഷൻ കൂടിയവരും ഈ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ 1 മുതൽ 24 വരെയും കൺവെൻഷൻ കൂടിയ ആളുകൾ ഇവിടെയുണ്ട്. ആദ്യമായിട്ട് കൺവെൻഷൻ കൂടുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആണ്ടോടാണ്ട് ഈ ബൈബിൾ കൺവെൻഷൻ വരുമ്പോൾ ഇന്നിവിടെ നിന്ന് ശക്തി പ്രാപിച്ചു പോകണം. ഞാൻ വെറും കയ്യാലെ പോവുകയില്ല, വെറും കയ്യാലെ പോവുകയില്ല. യേശു പറഞ്ഞു, നീ ചോദിച്ചുകൊള്ളുക എന്ന്. അതുകൊണ്ടാണല്ലോ പൂർവ്വ യാക്കോബ് തന്റെ സഹോദരനുമായി രമ്യതപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്നുണ്ട്. അത് പോരുമ്പോൾ തൻ്റെ ഭാര്യമാര്, മക്കള്, വസ്തുവകകള്, മാടുകള്, ഇത് സർവ്വതുമായിട്ട് കടന്നു പോരുന്നതിൻ്റെ ഒരു രംഗം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 32ാമത്തെ അധ്യായത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ 22 മുതൽ തിരുവചനങ്ങൾ വായിച്ചുമ്പോൾ കാണും, യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും മക്കളെയും വസ്തുവകളെയും അടിമകളെയും ആടുമാടുകളെയും അക്കരെ കടത്തിവിട്ടിട്ട് യാക്കോബ് മാത്രം യാബോക്ക് നദിയുടെ ഇക്കരെ കഴിഞ്ഞുകൂടി. യാബോക്ക് നദിയുടെ ഇക്കരെ കഴിഞ്ഞു. ആ രാത്രിയിൽ ആരോ അവനുമായി മൽപ്പിടുത്തം നടത്തിയെന്ന്, ആരോ വന്ന് യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. യാക്കോബ് പിടിച്ചു നിൽക്കാൻ നോക്കി, മലനാണ്, കരുത്തനാണ്. യാക്കോബ് പിടിച്ചു നിൽക്കാൻ നോക്കി, നേരം പുലരുവോളം മൽപ്പിടുത്തം നടത്തി. പുലർച്ചെ ആകാറായപ്പോൾ ഈ ഗുസ്തിക്കാരൻ ക്രമവിരുദ്ധമായി ഫൗള് കാണിച്ച് നിയമവിരുദ്ധമായി യാക്കോബിന് എളിക്ക് തട്ടി. ദ്വന്ദ്വ യുദ്ധത്തിന് ക്രമപ്രകാരം അരയ്ക്ക് താഴെ തട്ടുന്നത് ഫൗളാണ്. അങ്ങനെ ക്രമവിരുദ്ധമായിട്ട് യാക്കോബിന് എളിക്ക് തട്ടി എല്ലിളക്കി താഴെയിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലും ഇളകി നടുവും തെറ്റി നിലത്ത് കിടക്കുന്ന യാക്കോബ് ഈ കിടപ്പ് കിടക്കുമ്പോൾ ഈ ഗുസ്തിക്കാരൻ യാക്കോബിനോട് പറയുകയല്ലേ, ഇനി നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ എന്ന്. ഇത് പറയുന്നത് കേട്ടാത്തൊന്നും രാത്രി മുഴുവൻ ഈ പുള്ളിക്കാരൻ പിണ്ണതയിലും കുഴമ്പ് കൂട്ടി യാക്കോബിനെ തിരുമുകയായിരുന്നു. ഇനി മേലുവമ്പരം മാറാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചു വന്നിട്ട് ഇനി വില കുളിച്ചാതിയും പിന്നെ ജീരകാരിഷ്ടം കൊണ്ട് കൂട്ടിച്ചേർത്ത് തരാം, അത് കഴിയുമ്പോഴത്തേക്കും ചവനപ്രായസം കൊണ്ട് കിഴി കുത്താൻ നിങ്ങൾ പറയാൻ പോവാന്ന് വിചാരിക്കുന്നല്ലേ. ഇനി നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ എന്ന്. യാക്കോബ് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്, നിന്റെ പേരെന്താണ്? പിടുത്തക്കാരൻ യാക്കോബിനോട് പറഞ്ഞു, നീ എന്തിനാ എൻ്റെ പേര് ചോദിക്കുന്നത്? വൈ ഡു യു വാണ്ട് ടു നോ മൈ നെയിം? നീ എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? എന്നിട്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ അനുഗ്രഹം മതിയല്ലോ, ഇനി നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന മനുഷ്യൻ്റെ നിലത്ത് വീണ് കിടക്കുന്ന യാക്കോബ് ആ തുണിത്തുമ്പിലിങ്ങ് പിടിച്ചിട്ട്, ആ കാലിലിങ്ങ് പിടിച്ചിട്ട് പറയുകയാണ്, I will not let you go unless you bless me. എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. എന്താ കരുത്ത്,
എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത മനുഷ്യൻ എളി വിളകി നട്ടെല്ലും തളർന്ന് താഴെ കിടന്നുകൊണ്ട് പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന്. ചെറുമഴ മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു രാത്രിയിൽ ഈ റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ പാണ്ടിലോറി പോകുമ്പോഴത്തേക്കും അതിൻ്റെ വെളിച്ചം കണ്ടിട്ട് നിലത്തിരുന്നുകൊണ്ട് തവള ഈ വണ്ടി കൊണ്ടുമ്പോഴത്തേക്കും 4 കാലിൽ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഇങ്ങനെ ഈ ലോറിക്കോട്ട് കുസ്തി പിടിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വാടാ ഞാൻ കാണിച്ചു തരാന്ന്. ലോറിയുടെ കാറ്റ് കൊണ്ടാ ചുമ്മാ പൊട്ടിപ്പോകാനുള്ള മാത്രമല്ലേ ഉള്ളൂ ഈ തവള. എന്നാൽ ഈ തവള ഒന്നുണ്ട് ഇങ്ങനെ മസിൽ പിടിക്കുന്നത് കാണാം അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് യാക്കോബ് നിലത്ത് വീണ് കിടക്കുകയാണ് ഇന്ന്. എന്നിട്ട് പറയുകയാണ് ഇന്ന്, എന്നെ അനുഗ്രഹിച്ചാൽ നിന്നെ വിടുകയില്ല. ഇതാണ് നീതിമാന്റെ പ്രാർത്ഥന. ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയില്ല.